ടെക് ഹാക്ക് വർക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു 2010 മുതൽ ഇങ്ങോട്ടേക്കുള്ള കാലഘട്ടത്തിൽ അധിക വീടുകളിലും ഇതുപോലൊരു സ്പേസ് വെച്ചിട്ട് പെട്ടവരാണുള്ളത്. എങ്ങനെ വെട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറകോളയാക്കിയിട്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിൻഡോ വെക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല, വലിയ വീഡിയോ വരും. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് ഇതല്ല, പിറകോളയാണ്. പിറകോളയിൽ ഫ്രെയിം വെക്കുന്നത്. അത് 10 അടി ഹൈറ്റിലുള്ള, ഏകദേശം 120 ഇഞ്ച് ഹൈറ്റിലുള്ള പെർഗോള ഓപ്പൺ ചെയ്യുന്ന ടൈപ്പിൽ നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പെർഗോള എങ്ങനെ സെറ്റ് ചെയ്യും, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. 10 അടിയുടെ എന്തായാലും അലുമിനിയം ഫ്രെയിമിൽ ആരും ചെയ്തിട്ട് കണ്ടിട്ടില്ല. മാക്സിമം 8 അടി വരെ ഗ്ലാസ് വരുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ വരുന്നതിനുള്ള കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ചെയ്യാം. നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. ഇവിടെ 3 സ്റ്റെയർ കേസിൻ്റെ വർക്ക് ഇപ്പോൾ എടുത്തുകൊണ്ടുണ്ട്. ലെയ്ത്ത് വർക്ക് ഉണ്ട്, പിന്നെ ടൂൾസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് 10-12 ലക്ഷം രൂപ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഓരോന്നിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരും കേട്ടോ. ഇത് നമ്മുടെ ഹൈഡ്രോളിക് പ്രസ്സാണ്. ഇതിലാണ് നമ്മുടെ ലെയ്ത്തിൽ ആവശ്യമായ മറ്റുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് വരുന്നത്. എൻ്റെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. വെയിറ്റ് ചെയ്യും. കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. മെറ്റർസോ നമ്മുടെ ആംഗിൾ, അലൂമിനിയം ആംഗിൾ കട്ട് ചെയ്യാൻ വേണ്ടി. ഇത് വേറെ ഒന്ന് അതിൻ്റെ വലിയ സൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ട് വർക്കിംഗ് ചെയ്യുന്ന വർക്ക്ഷോപ്പിലുള്ള ഈ ഒരു സ്ഥലം. എനിക്ക് മെയിനായിട്ട് 2 വർക്ക്ഷോപ്പ് ഉള്ളത്. ഒന്ന് മിററിൻ്റെതും ഒന്ന് പിന്നെ നമുക്ക് ഈ ഫാബ്രിക്കേഷൻ വർക്കുകളെല്ലാം എടുക്കുന്ന ഒരു വർക്ക്ഷോപ്പ്. മിക്കവാറും സമയങ്ങളിൽ സൈറ്റിലായിരിക്കും വർക്ക് ഉണ്ടാവുക. ഇപ്പോൾ WPC പോലത്തെ വർക്കൊക്കെ സൈറ്റിൽ എടുക്കുന്നതുകൊണ്ട് തന്നെ അധിക സമയം വർക്ക്ഷോപ്പിൽ ആളുണ്ടാവില്ല. പിന്നെ KCBയുടെ മറ്റേ പോസ്റ്റിൻ്റെ ഹോൾ അടിക്കൽ അങ്ങനത്തെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കും. പിന്നെ പ്രസ്സിൻ്റെ വർക്ക് അങ്ങനത്തെ എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇന്ന് അലൂമിനിയം ഏതായാലും വർക്ക് ഉണ്ട്. നമ്മൾ ആ ഒരു പെർഗോളൻ്റെ വർക്ക് എടുക്കുന്നുണ്ട്. ഫുൾ കാണിക്കുന്നില്ല, ചെറിയ ചെറിയ ഷോട്ട് കാണിച്ചിട്ട് ഏതായാലും നമുക്ക് ബാക്കി ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. പലരും നമ്മളെ വർക്കിൻ്റെ ആവശ്യത്തിന് വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പറയലുണ്ട്. അധികം ആൾക്കാരും വിളിക്കുന്നത് അവർക്ക് കുറച്ച് ഐഡിയ വേണം. അപ്പോൾ നമ്മൾ അവിടെ പോയി മെഷർമെൻറ്റ് എടുക്കുമ്പോൾ അതെങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ ആ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ വരും, പിന്നെ ഒരു കോൺടാക്റ്റും ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. അപ്പോൾ അതിൻ്റെ അളവെടുക്കുന്നതും കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ വേറൊരു സൈറ്റിലാണ്. ഇതിലേക്ക് വരുന്ന സമയത്തേക്ക് 5 ഇഞ്ച് വീതി, ഇവിടെ 5 ഇഞ്ച്, ഇവിടെ 5 ഇഞ്ച്. ഇത് ഏകദേശം കറക്റ്റാണ്. കുറച്ച് മാറലുണ്ട്. ഒരു 5 എന്ന് പറയുമ്പോൾ 5.5, 5.25, 6, 4.25 വരുന്നുണ്ട്. അങ്ങനെ ഹൈറ്റിലും വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന ഏറ്റവും കൂടിയ ഹൈറ്റ് എടുക്കും. ഏറ്റവും കൂടിയ ഹൈറ്റിൻ്റെ മുകളിൽ നമുക്ക് 2 എൻഡിലായിട്ട് ഇത്ര കടന്നു നിൽക്കുന്ന രീതിയിലാണ് അളവെടുക്കുക. അപ്പോൾ ഇതിൻ്റെ അളവെടുക്കുന്ന സമയത്തേക്ക് ഈ ഒരു അളവെടുക്കും. 6 ഇഞ്ചാണ് നമ്മൾ വരുന്ന അളവ്. അപ്പോൾ 6 ഇഞ്ചിൽ കൂടുതൽ വന്നാൽ 6.18 ആയാൽ പോലും 3/4 സ്ക്വയർ ഫീറ്റിൻ്റെ പ്രൈസ് കൊടുക്കണം. അപ്പോൾ 6 ഇഞ്ചിൽ കുറയുന്ന രീതിയിൽ എപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പിറകോടെ ശ്രമിച്ചാലുള്ള ലാഭമാണ്. പിന്നെ അതുപോലെ തന്നെ ഹൈറ്റിലേക്ക് വരുന്ന സമയത്തേക്കും മുകളിൽ ഒരു 1/2 ഇഞ്ച്, താഴെ ഒരു 1/2 ഇഞ്ച്. അപ്പോൾ ഇത് 56 ഇഞ്ചുള്ളത്. അപ്പോൾ എന്തായാലും 60 ഇഞ്ചിൻ്റെ 5 അടിയുടെ പൈസ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും ഗ്ലാസ് ഷോപ്പിൽ. അപ്പോൾ നമ്മൾ സാധാരണ 5 അടി പ്ലസ് ഇൻറ്റു ഇപ്പോൾ 6 ഇഞ്ചാന്നുള്ള വീതി ഉള്ളത്. 5 ഇൻറ്റു 6 ഇഞ്ച് എന്ന് പറയുന്ന സമയത്തേക്ക് 1/2 അടി വരുമോ. അപ്പോൾ 2.5 സ്ക്വയർ ഫീറ്റാണ് ഒരു പെർഗോള വരുമോ. ഇപ്പോൾ 2.5 ഇൻറ്റു നമ്മൾ എത്രയാണോ പ്രൈസ് വരുന്നത് അതനുസരിച്ചിട്ട് വരുമോ. ഇപ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള അലൂമിനിയം ഉണ്ട്, ഒരു മീഡിയം ബ്രാൻഡഡ് ആയിട്ടുള്ള അലൂമിനിയം ഉണ്ട്. പിന്നെ ഇതുപോലെ സ്ഥലങ്ങളിൽ ഇതിപ്പോൾ ഷീറ്റൊക്കെ ഇട്ട സ്ഥലമാണ്. ഇവിടെ അത്ര നല്ല ക്വാളിറ്റിയുള്ള വേണമെന്നില്ല, അങ്ങനത്തെ അലൂമിനിയം ഉണ്ട്. ആ അലൂമിനിയത്തിനൊക്കെ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളെ സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയൽ. അപ്പോൾ അതൊന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ ഈ 6 അടിക്ക് മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ഫ്രെയിമിൽ നിന്ന് 2 ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് 73 വിചാരിച്ചോ. അപ്പോൾ ഒരു പൈപ്പിൻ്റെ ലെങ്ത്ത് വരിക, നമ്മളിപ്പോൾ J സ്ക്വയറിൻ്റെയോ അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ പൈപ്പിൻ്റെയൊക്കെ ലെങ്ത്ത് വരുന്നത് 12 ഫീറ്റാണ്. അപ്പോൾ അതായത് 144 ഇഞ്ച്. അപ്പോൾ 73 ആണെങ്കിൽ നമുക്ക് 1 കിട്ടും. അപ്പോൾ ബാക്കി വേസ്റ്റായി. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഓരോന്നിനും 2 ചാനൽ വെച്ചിട്ട് എടുക്കുന്ന സമയത്തേക്ക് കോസ്റ്റ് അവിടെ കൂടും. അപ്പോൾ അളവിനനുസരിച്ചിട്ട് വരിക. മിനിമം ഈ ഒരു അളവിൽ സെറ്റാക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. 6 അടി താഴെയുള്ള അളവ്, അതായത് 72 ഇഞ്ചിന് താഴെയുള്ള അളവിലേക്ക് ഹൈറ്റും 6 ഇഞ്ചിൽ കുറഞ്ഞ വീതിയിലേക്ക് വീതിയും സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് നല്ലത്. ഇന്ന് രാവിലെ വലിച്ചപ്പോൾ താഴെ വീണതാണ്. എല്ലാ വർക്കും ചെയ്യുന്നതുകൊണ്ട് പല ടൈപ്പിലുള്ള വേസ്റ്റ് ഇവിടെ വരുന്നതുകൊണ്ടാണ് ഒന്നാമത് ഈ അടുക്കും ചിട്ടേൻ്റെ പ്രശ്നം വരുന്നത്. നമ്മൾ ഒരു വർക്ക് കഴിഞ്ഞ് ആ സാധനം കൊണ്ടുവന്നിട്ടു, പിന്നെ അടുത്ത സൈഡിലേക്ക് പോകുമ്പോഴേക്ക് ഉള്ള വിഷമം. ഇത് ഇത്രയും സാധനം ഇതുപോലെ വേസ്റ്റായിട്ട് നമുക്ക് ബാലൻസ് വന്നതാണ്. കാരണം കറക്റ്റ് ഹൈറ്റിൽ ഉണ്ടാവില്ല. 8 അടി വന്നതാണെങ്കിൽ 4 അടി വേസ്റ്റ് വന്നു. നമുക്ക് ആ ഒരു ഫ്രെയിം പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് പോകും. അപ്പം ഇനിയിപ്പോൾ കിച്ചണിൻ്റെ എങ്ങാനും വർക്ക് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വർക്കിനെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ 6 അടിയിൽ ഒരു ഇഞ്ച് കൂടുതൽ വന്നുകൊണ്ട് നമുക്ക് ഇത്രയും വേസ്റ്റ് വന്നു. ഇതൊന്നും നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷനിലുള്ളൂ. ഇപ്പോൾ ഒരു 5 അടിയുടെ പിറകോള വരുന്നതാണെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ ഒരുപാട് വേസ്റ്റേജ് വരും. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്തേക്ക് 12 അടി എന്ന് പറയുമ്പോൾ 10 അടി എന്ന് പറയുന്ന സമയത്തേക്ക് നമ്മൾ 2 ഫീറ്റ് നമുക്ക് ഇതിനകത്ത് വേസ്റ്റ് വരും. അപ്പോൾ ആ 2 ഫീറ്റിൻ്റെ ചാർജ് കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് സാധാരണ വാങ്ങൽ. കാരണം അല്ലാണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയില്ല. ഈ അലൂമിനിയത്തിന് സ്ക്രാപ്പിലേക്ക് വരുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് അറിയാലോ, നമ്മളിപ്പോൾ കിലോയ്ക്ക് 450 രൂപ കൊടുത്തിട്ട് വാങ്ങുന്ന സാധനം സ്ക്രാപ്പിലേക്ക് വരുന്ന സമയത്തേക്ക് 150 രൂപയുള്ളൂ. അത്രയും നമുക്ക് കോസ്റ്റ് നഷ്ടം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഇത് കട്ട് ചെയ്യാൻ വേണ്ടി പോയെന്ന്.
കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ടേണിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ ഒരു ചെറിയൊരു സംവിധാനം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു ഇതൊക്കെ വരുന്ന രീതിയിൽ കട്ടിങ്ങിന് വേസ്റ്റും സംഭവങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നേരെ അതിൻ്റെ അടിയിൽ തന്നെ ഒരു ചെറിയൊരു സംവിധാനം ചെയ്തത്. അപ്പോൾ അവിടത്തേക്ക് തന്നെ വേസ്റ്റും സാധനങ്ങളിലും പോകും. ഇതിൽ തന്നെ നമ്മൾ വുഡും അത്യാവശ്യം മുറിക്കലുണ്ട് കേട്ടോ. അതിൻ്റെ വുഡിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നത്. സൈറ്റിലേക്ക് എടുക്കാൻ വേണ്ടി നമുക്ക് വേറെ തന്നെ മെഷീൻ ഉണ്ട് കേട്ടോ. അധികം ആൾക്കാരും ചോദിക്കലുണ്ട്, അത് ബ്രോ മെഷീൻ മാറ്റിക്കൂടെ, അത് പോയിട്ടില്ലേ, ഇതിൻ്റെ ഒരു കവറില്ലാത്തൊരു മെഷീൻ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം തന്നെയാണ് നമുക്ക് സൈറ്റിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ നല്ലൊരു മെഷീൻ കൊണ്ടുപോയിട്ട് സൈറ്റിലിടാൻ വേണ്ടി പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ടൂൾസിൻ്റെ ഒക്കെ വാങ്ങേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ. ഞാനിപ്പോൾ വാങ്ങിയത് ഇപ്പോൾ 2014 ആ ഒരു സമയത്താണെന്ന് വാങ്ങിയത്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചെറിയ വീതി മുറിക്കുന്ന സമയത്തേക്ക് കൈ ശരിക്കും നമുക്ക് പിടിച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ട് മുറിക്കാൻ കഴിയില്ല. ഒരു ഭാഗം കട്ട് ചെയ്ത് മറ്റേ ഭാഗത്തേക്ക് പോകുന്ന സമയത്തേക്ക്. അപ്പോൾ അതിൻ്റെ സിമ്പിളായിട്ടുള്ള ട്രിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഇതുപോലെ ഒരു പൈപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ തട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് മുറിക്കും. അപ്പോൾ ഈ ഒരു സംഭവം ചില മെഷീനൊന്നും വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ക്ലിക്ക് ബാർ ലോക്ക് അല്ലെങ്കിൽ സി ക്ലാമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഇതിന് ശേഷം ചെയ്യുക. അപ്പോൾ നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മുട്ടിച്ച് വെക്കുന്ന മുറിക്കുന്നത് ഒന്നിൽ പോലും വീതി വ്യത്യാസം വരില്ല. പിന്നെ കൈ ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് മുറിക്കാൻ വേണ്ടി പറ്റും. സാധാരണ അതിൽ നമ്മൾ ഇത്രയും ചെറുത് മുറിക്കുമ്പോൾ ഇവിടെ കൈ വെക്കുമ്പോൾ ഒരു സേഫ് അല്ലാത്ത രീതിയിലുണ്ടാവുക. അത് മുറിച്ച് കാണിച്ചു തരാം. നമുക്കിത് ഇവിടെ വെച്ചിട്ട് തന്നെ മുറിക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ 5 ഇഞ്ച് വീതിയുള്ളതാണ്. നമുക്കിതിലും ചെറുത് വരണമെങ്കിലും അങ്ങനെ മുറിക്കാൻ വേണ്ടി പറ്റും. ഇതിലും ചെറിയ വീതി വരുന്നതാണെങ്കിൽ ഈ പെർഗോളേൻ്റെ എല്ലാം പ്രത്യേകിച്ച് ഈ നമ്മുടെ ജെ സ്ക്വയർ വരുന്ന സമയത്തേക്കെല്ലാം ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കിതിൽ 2 കോർണർ ഇടാനുള്ള സ്പേസ് ഉണ്ടാവില്ല. ഇങ്ങനെ ഇത് തട്ടും. ഇതിപ്പം കറക്റ്റാണ്. നമുക്ക് ആ കോർണർ 2 എൻഡിൽ തട്ടാത്ത രീതിയിൽ കറക്റ്റായിട്ട് ഉണ്ടാവുക. പക്ഷേ ഈ മെഷീൻ്റെ നീളത്തിനാക്കിയിട്ട് കുറവ് വരുന്നതിന് ഈ ട്രിക്ക് ഞാൻ പറയുന്നത്. അല്ലാത്തതിന് നമുക്ക് പ്രശ്നം വരുന്നില്ല. നമുക്ക് അധികം ആൾക്കാർക്കും നമ്മളെ പോലെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സ്റ്റാൻഡ് ആയിരിക്കില്ല, ഒരു ടേബിളിൻ്റെ മുകളിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ ഒരു എൽ വെച്ചിട്ട് സ്ക്രൂ ചെയ്തിട്ടൊക്കെ അളവ് കണക്കാക്കി മുറിക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ചില മെഷീനൊക്കെ ഇങ്ങനെ വലിച്ചിട്ട് സ്റ്റോപ്പർ വെക്കുന്ന സാധനങ്ങളും വരുന്നുണ്ട് കേട്ടോ. പലതും പല ക്വാളിറ്റിയിലുള്ളതാണ്. ഞാൻ പിന്നെ ഈ ഡിവാൾട്ടിൻ്റെ തന്നെ വാങ്ങാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ബേസിൽ വരുന്ന ഈ ലോക്ക് കാണുന്നില്ല, നമ്മൾ ഈ വന്നിട്ട് ഈ ലോക്കാവുന്ന ഭാഗം, ഈ ലോക്കാവുന്ന ഭാഗം മെറ്റലാണ്. സാധാരണ വരുന്ന മറ്റുള്ള കമ്പനികൾ, അത് ബ്രാൻഡ് ഞാൻ പറയുന്നില്ല, ലീഡിങ് ബ്രാൻഡായിട്ടുള്ള മറ്റുള്ള മിക്കവാറും എല്ലാ കമ്പനിയുടേതും അത് വരുന്നത് അലൂമിനിയാണ്. അപ്പോൾ അലൂമിനിയം ആവുന്ന സമയത്തേക്ക് അത് നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്ത് ആ കോമ്പൗണ്ട് കുറച്ച് വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ആ സ്റ്റെപ്പിൽ നിന്ന് പോകും. പിന്നെ നമ്മൾ 45 ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുന്നവരുണ്ടാവും. ഞാനിപ്പോൾ അങ്ങനെ വെക്കലുള്ളൂ. സ്ഥിരമായിട്ട് ഈ ലോക്കിലേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. പക്ഷേ അലൂമിനിയത്തിലേക്ക് വരുന്ന സമയത്തൊക്കെ ആ കറക്റ്റ് ലോക്കിൽ നിൽക്കില്ല. കുറച്ച് കഴിയുമ്പോൾ തേയ്മാനം വന്നു കഴിഞ്ഞാൽ ഈ മെഷീൻ ഇങ്ങനെ മൂവ്മെൻറ്റ് വന്നിട്ട് നമുക്ക് ആ കൃത്യമായിട്ട് കട്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് വാങ്ങുന്നത്. ഈ ബ്രാൻഡ് തന്നെ വാങ്ങണമെന്നില്ല. നിങ്ങൾ വാങ്ങുന്ന സമയത്തേക്ക് മെയിൻ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ബേസും ഈ ലോക്കും വരുന്നത് മെറ്റലാണോ എന്നുള്ളത് നോക്കുന്നത് നന്നായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഉപയോഗിക്കുന്ന ടൂൾസിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഒന്ന് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഒന്ന് കൊടുക്കാനും ശ്രമിക്കാം. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏതാ ഉപയോഗിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് വാങ്ങുന്നതിൻ്റെ ഉപയോഗിക്കുന്നതിനുള്ള റീസൺ ഇത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഞാൻ ബ്ലേഡ് ഉപയോഗിച്ചുള്ളത് മാക്കിറ്റയുടെ ബ്ലേഡാണ് ഉപയോഗിച്ചുള്ളത്. ഈ ഒരു ടൈപ്പ് 32 ടീത്തുള്ളത് ഉപയോഗിച്ചുള്ളത്. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ സാധാരണ ഇത് വുഡിന് ഉപയോഗിക്കേണ്ട ഇതാണ്. ഇതിൻ്റെ മുകളിൽ വുഡ് തന്നെ എഴുതിയിട്ടുണ്ടാവും. വുഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണിത്. പക്ഷെ നമ്മളെന്തുകൊണ്ട് ഇത് അലൂമിനിയത്തിന് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ സാധാരണ അലൂമിനിയത്തിന് വരുന്ന 80 ടീത്തുള്ള അടുപ്പിച്ച പല്ലുള്ള അതിന് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ ചെതറിയിട്ട് ഈ ഒരു പോർഷൻ ഇത് വരും. നമുക്ക് ഇതിലേക്ക് വരുന്ന സമയത്തൊക്കെ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ചെയ്ത് എവിടെയും ആ ചെതറി വരുന്ന പ്രശ്നം വരില്ല എന്നുള്ളതാണ്. എല്ലാ വർക്കും ഒരുമിച്ച് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു വീട്ടിന് മൊത്തത്തിൽ വർക്ക് എടുക്കുമ്പോൾ അതിൻ്റെ അലൂമിനിയം വേറെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ളത് മാത്രം അങ്ങനെ എടുത്ത് പോകുന്നതായതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 2-3 വർഷം കഴിയുമ്പോഴേക്കേ ഞാൻ ഒന്ന് ബ്ലേഡ് മുറിച്ചാക്കുള്ളൂ. ഇപ്പം തന്നെ ഒരു 2 വർഷം കഴിഞ്ഞായിരിക്കും. ഒരു 150-200 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മുറിച്ചാക്കി ഷാർപ്പൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഒന്നുകൂടി കട്ട് ചെയ്ത് കാണിക്കാം. നമ്മൾ ആദ്യം ഇതിൻ്റെ ഈ ഒരു സൈഡ് കട്ട് ചെയ്യും. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്ക് വന്ന് നമ്മളിത് സ്ലൈഡ് ചെയ്ത് 45ലേക്ക് സെറ്റ് ചെയ്യുന്നു. കൈ ഇവിടെ വെക്കുന്നു, കട്ട് ചെയ്യുന്നു. അപ്പോൾ സേഫായിട്ട് ഒരേ അളവിൽ കിട്ടി. അതിൻ്റെ ഗുണം. ഇപ്പോൾ നമ്മുടെ പെറഗോളൻ്റെ നീളം വരുന്നത് 112 ഇഞ്ച് 112 ഇഞ്ചാണ് വരുന്നത്. നമുക്ക് കിട്ടാവുന്ന ഗ്ലാസ് എന്ന് പറയുന്നത് 96 ഇഞ്ചിൻ്റെ ഉള്ളൂ. അപ്പോൾ ഇത്ര ജോയിൻറ്റ് വരും. അപ്പോൾ ആ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ നമുക്ക് എല്ലാത്തിനും ജോയിൻറ്റ് വരുന്നുണ്ട്. ഇത് നമ്മൾ നോർമലി മറ്റുള്ള ഗ്ലാസ്സുകൾക്കൊക്കെ വരുന്ന 20സിനൊക്കെ വെക്കാൻ പറ്റിയ ജോയിൻ്റാണ്. അതുപോലെ തന്നെ വേറെ വരുന്നതാണ് നമ്മളിപ്പോൾ സീലിംഗ് ഷീറ്റിനൊക്കെ വരുന്ന ടൈപ്പിലുള്ള മുകൾ ഭാഗം കൂടുതലും അടിഭാഗം കുറവും വരുന്നിട്ടുള്ള ഇതുപോലത്തെ ജോയിൻറ്റ്. ഇത് എച്ച് എന്നാണ് കോമൺ ആയിട്ട് പറഞ്ഞു വരല്. ഷീറ്റ് എച്ച് എന്ന് പറയും. അതായത് ഷീറ്റ് ജോയിൻറ്റ്. നമ്മളിപ്പോൾ
കിച്ചൻ്റെയൊക്കെ വർക്ക് എടുക്കുന്ന സമയത്തേക്ക് ആ കിച്ചൻ്റെ ജെ സ്ക്വയറിൽ വരുന്ന ജോയിൻറ്റ് 2 കളറൊക്കെ കൊടുക്കുമല്ലോ നമ്മളിപ്പോൾ താഴെ ഒരു കളറ് മുകളിലൊരു കളറ് അങ്ങനെ മിക്സ് ആക്കിയുള്ള കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഭാഗത്തേക്കുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തിക്ക് വരുന്നത് 0.9 mm അതിൻ്റെ തിക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ നോർമലി ഉള്ള അളവിൽ നിന്ന് ഇപ്പോൾ 1.8 കുറച്ചിട്ടാണ് ഗ്ലാസ് എടുക്കുക. അതിൻ്റെ കൂടെ ഈ ഒരു 0.1 mm 0.9 mm അതായത് 1 mm കൂടി ഒന്ന് കൂട്ടിയിട്ട് ഒരു 4 mm കുറച്ചിട്ട് ഗ്ലാസ് എടുത്താൽ മതിയാവും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് മുറിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കോർണർ ടു കോർണർ കറക്റ്റ് അളവ് എടുക്കാൻ വേണ്ടി ഇതിപ്പോൾ ടേപ്പിലും എടുക്കട്ടെ. ഞാനിപ്പോൾ വെർണിയറിൽ എടുക്കുന്നത് ഇതാ ഈ ഒരു അളവ് എടുക്കുക. ഈ ഒരു അളവ് എന്ന് പറയുന്നത് 12.1 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ആ 12.1 സെൻറ്റിമീറ്ററാണ് നമുക്ക് ഈ മുറിക്കേണ്ട നീളം വരുന്നത്, ഈ സാധനം മുറിക്കേണ്ടത്. അപ്പോൾ ആ 12.1 എന്ത് ചെയ്യുക, നമ്മൾ ഈ ഇതിലേക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ 12.1 നമുക്ക് കട്ടാവേണ്ടത്. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഈ ബ്ലേഡ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യുക. നമുക്ക് ആവശ്യമായ നീളത്തിനുള്ള കാര്യം ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇപ്പുറത്തെ എൻഡിലായിട്ട് ഇവിടെ ഒരു വര ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഓരോ ആവശ്യത്തിന് വരുമ്പോഴുള്ള വരയാണ്. ഇതിപ്പോൾ ആദ്യം സ്ക്രൂ കൊണ്ട് വരഞ്ഞുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരാവശ്യം വരുമ്പോൾ അവിടെ ഒരു വരയിടും. പിന്നെ അത് ചിലപ്പോൾ കുറേ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ മാഞ്ഞു പോകലാണ്. ഇവിടെയും അതുപോലെ തന്നെ വര കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ഇതിൻ്റെ നീളം വരിക. നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നീളം ഇവിടെ കിട്ടണം. ഒട്ടും പ്ലേ ഉണ്ടാകാൻ പാടില്ല. വേണ്ട, ഈ രൂപത്തിൽ വേണം കിട്ടാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷം എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ബാക്ക് സൈഡിലേക്കുള്ള മാർക്കിംഗ് എടുക്കുക. അതായത് നമുക്കിപ്പോൾ ഇതിപ്പോൾ ഈ രൂപത്തിൽ ഇങ്ങനെ വന്ന് നിന്നു. അപ്പോൾ ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് ഹോൾഡ് ചെയ്യുക. അത് കുറച്ച് മുകളിലോട്ട് പിടിക്കണം കേട്ടോ. ഇവിടെ ഈ ഒരു ലെവലിൽ പിടിക്കുക. ഇതിങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഇങ്ങനെ മാർക്കിംഗ് ഇട്ട് കൊടുക്കുക. അത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഇത്രയും ഭാഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ബാക്ക് സൈഡ് വെക്കേണ്ട ആവശ്യമില്ല, ഫ്രണ്ട് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഇത് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ടിൻ കട്ടറോ അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ള ഏതെങ്കിലും കട്ടറോ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ബാക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് കട്ട് ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് വെച്ച് കഴിഞ്ഞാൽ ബ്ലേഡിൻ്റെ സെൻറ്റർ കിട്ടൂല. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ലെവലിൽ കിട്ടിയാലേ നല്ല വൃത്തിക്ക് കിട്ടും. അതിനോട്ടിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു പൈപ്പ് എടുക്കുക. അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു അളവ് കറക്റ്റ് കിട്ടും. അതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇത്രേ കട്ടിയാവും. അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ടിൻ കട്ടർ വെച്ച് കട്ട് ചെയ്യുന്നത് നല്ല. അതുപോലെ തിരിച്ചു നോക്കുക, ഇങ്ങനെ കട്ട് ചെയ്യുക. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ മെഷീനെ കൊണ്ട് എടുക്കുക, ഇവിടെ എന്തെങ്കിലും വെച്ചിട്ട്. പക്ഷെ ഞാൻ ഏതായാലും അതിന് മുതിരുന്നില്ല. ടിൻ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് നല്ലത്. ടിൻ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് തേച്ച് കളയലാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സാധാരണ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യുക. കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഓവർ ഹീറ്റ് ആകുന്ന സമയത്തേക്ക് ഇതിൻ്റെ പെയിൻറ്റ് പൊള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട്, ഇതിൻ്റെ മുകളിലുള്ള കോട്ടിങ്. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് ടിൻ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. മുറിച്ച് വെച്ചിട്ടുണ്ട്. മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. നമുക്കിപ്പോൾ ഇതിപ്പോൾ വീതി കൂടിയത് കുറഞ്ഞതിൻ്റെതാണ്. ജസ്റ്റ് ഒന്നിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ ഉണ്ടാവും നമ്മൾ ചെയ്ത് വരുന്ന സമയത്തേക്ക്. അപ്പോൾ ഇവിടുന്ന് ഒരു ഗ്ലാസ് വന്ന് ജോയിൻ്റ് ആവും, ഇവിടുന്ന് ഒരു ഗ്ലാസ് വന്ന് ജോയിൻ്റ് ആവും. ശരിക്കും പറഞ്ഞാൽ ഗ്ലാസ്സിലേക്ക് വരുന്ന സമയത്തേക്ക് ഇതുപോലെ ഇല്ലാത്തതായിരുന്നു കുറച്ചും കൂടി നന്നാവുമായിരുന്നു. കാരണം ഇത് ഫ്രണ്ടിൽ നിന്ന് കാണാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വല്ല പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മളിതിങ്ങനെ ചേർന്ന് നിൽക്കുന്ന സമയത്തേക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ അത് ഒരു ബുദ്ധിമുട്ടുള്ള സംഭവം ഒന്നല്ല. ബാക്കിലൊരു ഫ്രെയിം, ഈ ഫ്രെയിമൊക്കെ കാണുമ്പോൾ കാണുന്നേ ഉള്ളൂ. ഈ വിധി തന്നെ വരുന്ന പുറകിലേക്കും വരുന്ന കിട്ടിയിട്ടെങ്കിൽ നന്നാവും കുറച്ചും കൂടി. അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റാക്കുന്നത്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് സെറ്റാക്കി ഇതിന് 4 എണ്ണത്തിന്, ചെറുതിൽ 4 എണ്ണം അതുപോലെ തന്നെ വലുതിൽ 4 എണ്ണം വന്ന് ഓപ്പൺ ആക്കുന്നത്. ബാക്കിയുള്ളത് ഫിക്സ്ഡ് ആക്കിയിട്ട് ചെയ്യേണ്ടേ. അപ്പോൾ അതിനുള്ള ഹിഞ്ചസിൻ്റെ ഹോൾസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് സൈറ്റിൽ നിന്ന് കാണാൻ. അപ്പോൾ ഇതാണ് നമ്മളെ വലിയത് ഫിറ്റാക്കേണ്ട സ്ഥലം. അപ്പോൾ നമ്മളിവിടെ സെറ്റിങ് ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ വേറെയും ഉണ്ട് 9 എണ്ണം. അതിൽ 4 എണ്ണം തുറക്കുന്നതും ബാക്കി 5 എണ്ണം ഫിക്സ്ഡ് ഓൺ ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ അത് ആ ഒരു ഭാഗത്ത് തന്നെ എടുത്ത് കാണിച്ചു തരാം. സ്കഫോൾഡിങ്ങെല്ലാം എടുത്തിട്ട് വേണം നമ്മൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 9 എണ്ണം നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടേ. അടിയിൽ സാധാരണ വരുമ്പോൾ തന്നെ നമ്മളൊരു പേപ്പറൊക്കെ വിരിച്ചതിന് ശേഷം തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു പേപ്പർ ടൈപ്പ് ഒട്ടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. ഇതിൻ്റെ പൊടി ഇതിൻ്റെ ഗ്യാപ്പിലേക്ക് പോയിട്ട് സ്റ്റക്കായിട്ട് പിന്നെ അവിടെ തന്നെ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നു. ഈ 9 എണ്ണം വാട്ടർ ലെവലൊക്കെ ചെയ്ത് നമ്മളിവിടെ ബ്ലൂ മാർക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ പിറകോളാക്കിയവരൊക്കെ അധിക പേരും ഇന്ന് പെട്ടിരിക്കുകയാണ്. കാരണം എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങനെ ചെയ്താലാണ് വൃത്തിയാവുമെന്ന് അറിയാം. ഇത് രൂപത്തിലേക്ക് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടാണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ വേണമെങ്കിൽ ഇതുപോലത്തെ അലൂമിനിയം വെച്ചിട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിക്സ്ഡ് വേണമെങ്കിലും അലൂമിനിയം വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മരത്തിലേക്കൊക്കെ പോകുന്ന സമയത്തേക്ക് ഈ വേരുകൊള്ളുന്ന ഭാഗമൊക്കെ പോളിഷ് ഇളകി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അലൂമിനിയം ആകുമ്പോൾ എന്തായാലും ഒരു 15 വർഷത്തേക്ക് കമ്പനി വാറണ്ടി കൊടുക്കുന്നുണ്ട്. ആ ഒരു അത്രയും ലൈഫ് എന്തായാലും നമുക്ക് മിനിമം കിട്ടും. അലൂമിനിയത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസ് വേണം എടുക്കാൻ വേണ്ടി. നമ്മൾ അടച്ചു കഴിഞ്ഞാൽ മെല്ലെ അടയുന്ന ടൈപ്പ്.
ഇത് ഷോർട്ട് ആം സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡയറക്റ്റ് വാളിലേക്ക് ഫിറ്റ് ആക്കില്ല, ഒരു പൈപ്പ് കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യുള്ളൂ. സ്കഫോൾഡിങ്ങെല്ലാം അവിടെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 3 അട്ടി കേട്ടോ. ഇവിടെ ഒരു വ്യത്യസ്തമായി ചെയ്തൊരു സ്റ്റെയർ കേസിൻ്റെ ഒരു ലാൻഡിങ്ങാണ്. ഇപ്പോൾ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവില്ല. ഈ ഒരു ഏരിയ നമ്മളൊരു വീട്ടിൻ്റെ അകത്ത് വന്ന പോലെ ഒരു ഫീലിലുള്ള പുറത്തെ ഭാഗം ഞാൻ കാണിച്ചാൽ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ 3 അട്ടി സ്കഫോൾഡിങ് ആയിട്ടുള്ളത്. ഇതൊരു പില്ലറിൽ നിർത്തിയിട്ടുള്ള ലാൻഡിങ്ങാണ്. അടിഭാഗത്ത് വേണമെങ്കിൽ വർക്ക് ഏരിയൻ്റെ ആ ഒരു കിച്ചണിലേക്ക് വരുന്ന ഒരു ഭാഗത്തുള്ളത് അവിടെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കിടങ്ങുണ്ട്. ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സാധാരണ പോലെ ബാക്കിൽ ഇടുങ്ങിയ ഒരു അവസ്ഥയല്ല, 3 സ്കഫോൾഡിങ് ഇട്ട് ഞാൻ പറഞ്ഞില്ലേ അകത്ത് കണ്ട ആ ഒരു ലുക്കല്ല. ഇവിടെ വരുന്ന സമയത്തേക്ക് 2 പില്ലറൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ വർക്ക് ഏരിയയുടെ ഒരു പോർഷൻ. അവിടെ അത്യാവശ്യം ഒരു ഓപ്പൺ കിച്ചൺ സെറ്റ് ചെയ്യണമെങ്കിൽ പുറമേ സെറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു സൗകര്യമുണ്ട്. കാരണം പുറമേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ അതിനുള്ള സംഭവം ഉണ്ടാക്കി ഒരു ഗ്രില്ല് പോലെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പുറത്ത് എക്സ്ട്രാ ഷീറ്റ് ഇടാണ്ട് തന്നെ സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ എടുക്കുന്നുണ്ട്. പുറത്തൊരാളിങ്ങനെ ടച്ച് ചെയ്ത് വെച്ചോടുന്ന ശേഷമാണ് ചെയ്യുന്നത്. കാരണം ഇത് ഓരോന്നും ഓരോ ഹൈറ്റാണ്. ഇവിടേക്ക് വരുന്ന സമയത്തേക്ക് ഏകദേശം ഒരു 3-3.5 സെൻറ്റിമീറ്റർ ഡിഫറൻസ് വരുന്നുണ്ട്. നമുക്ക് ഒറ്റ അളവിൽ മുറിക്കാൻ കഴിയില്ല. ഓരോന്നും ഇങ്ങനെ വെച്ച് മാർക്ക് ചെയ്തിട്ട് തന്നെ മുറിക്കുന്നു. ആദ്യം 6 അടി ഫിറ്റാക്കിയതിൻ്റെതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ എല്ലാം ഒരുപോലെ ഇല്ലേ, എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരേ ലുക്കിലുള്ളത്. പെട്ടെന്ന് മനസ്സിലാവില്ല. ഇതിൻ്റെ ജോയിൻ്റൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും ചേർന്ന് നിന്നിട്ടുള്ളത്. നോക്കറങ്ങൾ തുറന്നെടുക്കാൻ വേണ്ടി പറ്റും. ഇത് രണ്ടും തുറക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് രണ്ടും തുറക്കാൻ പറ്റും. ഇതിൻ്റെ ഇടയിലുള്ള ബാക്കിയുള്ളത് ഫിക്സ്ഡ് ആയിട്ടോ ചെയ്തിട്ടുണ്ട്. അപ്പം ഉള്ളിൽ നിന്ന് കാണുന്ന സമയത്ത് ഇഞ്ചസ് ഉള്ളതുകൊണ്ട് എന്തായാലും മനസ്സിലാവും, തുറക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലാവും എന്തായാലും. പിന്നെ അധികം ആൾക്കാരും കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ട് ഇതിനൊരു ലോക്ക് കൂടി കൊടുക്കണമെന്നുണ്ട്. അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞാൽ വിൻഡോനൊക്കെ വരുന്ന ടൈപ്പ് ഹുക്കാണ് കൊടുക്കാൻ വേണ്ടി പറ്റും. ആ ഹുക്ക് കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ വലിയ ഹുക്ക് കൊടുക്കണം, നീളമുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അടിയിൽ എവിടെയും ഡ്രിൽ ചെയ്തിട്ട് ഈ ഹുക്കിൻ്റെ അതിൽ പ്ലഗ് ചെയ്തിട്ട് അതിൻ്റെ ആ ചെറിയ ഫിറ്റാകുന്ന ഒരു ഭാഗം ഹുക്ക് ചെയ്തിട്ട് കുളത്തി നിൽക്കുന്ന ഒരു ഭാഗം സെറ്റ് ചെയ്യാൻ പറ്റില്ല. അവർ പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യാതെ. ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അടച്ചിട്ടാൽ തന്നെ മതി. എന്തായാലും ആൾ കയറാനുള്ള സ്പേസ് ഒന്നും ഇല്ല. ഇത് തുറന്നെന്ന് വെച്ചിട്ടൊന്നും ആവാനൊന്നും പോകുന്നില്ല. പിന്നെ ചെറിയ പ്രാണികൾ അതൊക്കെ കയറാതിരിക്കാനും പിന്നെ പൂച്ച പോലത്തെ ജീവികൾ കയറാണ്ടിരിക്കാനും അങ്ങനത്തെയുള്ള ചെറിയൊരു ആവശ്യത്തിന് ചെറിയ ജീവികളെ അവർ ഇതാക്കുക എന്നുള്ളത് മാത്രം. പിന്നെ മഴച്ചാരലും കുറച്ച് കുറക്കാൻ വേണ്ടി പറ്റും. ഒന്നുകൂടി തുറന്നിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ അടയുന്ന സമയത്തേക്കുള്ള ആ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഇതിപ്പോൾ സോഫ്റ്റ് ക്ലോസ് വെച്ചുകൊണ്ട് തന്നെ മെല്ലെ അടയും. എത്ര ഫാസ്റ്റിൽ അടിച്ചാലും മെല്ലെ അടയും. അത് ചേർന്ന് നിൽക്കും കേട്ടോ. അത് ചേർന്ന് നിൽക്കില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട. ചുമരിന് ബെൻഡുണ്ടെങ്കിൽ ചെറുതായിട്ട് അവിടെ അതിൻ്റെ ഒരു എഫക്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. ബാക്കി അടിപൊളിയായിട്ട് ചേർന്ന് നിന്നിട്ട് തന്നെ പോകും. ഫിക്സ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സിലിക്കോൺ അടിക്കും. ഇതിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളിതിപ്പോൾ വൈറ്റ് ഫ്രെയിം കൊടുത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇനിയിപ്പോൾ ഈ ഇനാമൽ ഈ എമൽഷൻ അടിക്കുന്ന സമയത്തേക്ക് അവിടെ കൂടി ചേർത്തിട്ട് വൈറ്റ് പെയിൻറ്റിങ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പുറമേ നോക്കുമ്പോൾ ഏതാണെന്ന് തുറക്കുന്നത് ഏതാണെന്ന് അടക്കുന്നത് ഒറ്റ ഓട്ടത്തിൽ മനസ്സിലാവില്ല. അങ്ങനെ ഒരു ഉപകാരം കൂടിയുണ്ട്. എന്തായാലും ഇതിപ്പോൾ ബെഡ്റൂമിലൊന്നും ആരും പെർഗോൾ സെറ്റ് ചെയ്യില്ലല്ലോ. ഇപ്പോൾ ഹാളിലേക്കെല്ലാം ഉണ്ടാവും. ഇപ്പോൾ തുറന്നിട്ടാൽ തന്നെ ഗ്ലാസിൻ്റെ അകത്ത് കൂടി നമ്മൾ എന്തൊക്കെ കാണുന്നോ അത്രയും തുറന്നത് കൊണ്ട് കാണാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് വേറൊരു ആക്സസ് ഒന്നുമില്ല. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഈ 10 അടിയിലെ സെറ്റാക്കാൻ വേണ്ടി പോയിന്ന് ബാക്കി അവിടെ നിന്ന് കാണാം നമുക്ക്. ഇതാണ് സംഭവം. നമ്മൾ ജോയിൻ്റെ അവിടെ കാണും. ഇത്രയും അടക്കാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടുള്ളത് 10 അടിയിൽ ഈ വരുന്നതിൽ ഇത്രയും വലുത് ആദ്യമായിട്ടായിരിക്കും തോന്നും. ഇതുവരെ അടക്കുന്ന ഇത്രയും ഹൈറ്റിലുള്ളത് ഞാൻ യൂട്യൂബിലോ മറ്റോ അങ്ങനത്തെ സ്ഥലത്തൊന്നും വീഡിയോ കണ്ടിട്ടില്ല. ആരും ചെയ്തതായിട്ട് എൻ്റെ അറിവിലുമില്ല. ഞാൻ ഇത് 8 അടിയുടെ മാക്സിമം ക്ലാസ് എടുത്തു അവിടെ നിന്ന് ഒരു ജോയിൻറ്റ് കൊടുക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അധികം പറഞ്ഞ് കാട് കയറുന്നില്ല. ഇനി ഇതിലും വലുത് വരികയാണെങ്കിലും നമുക്ക് പ്രശ്നമൊന്നും വരില്ല. 12 അടി വരെ നമുക്ക് ഈ ഒരു ചാനൽ നീളം കിട്ടും മാക്സിമം. അതുവരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ വരികയാണെങ്കിൽ നമുക്കത് ചിലപ്പോൾ അടിയിൽ വരുന്ന രീതിയിലുള്ളൊരു ഫ്രെയിം ഇട്ടിട്ട് ഡബിളാക്കിയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിലും ഹൈറ്റുള്ളതൊക്കെ നമുക്ക് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇപ്പം അങ്ങനെ പൊതുവെ കുറവാണ്. കാരണം പെർഗോള ഇപ്പോൾ ആരും സെറ്റ് ചെയ്യുന്നില്ല. ഇപ്പം അത് ഔട്ട് ഓഫ് ഡിസൈനായി മാറി. ഇപ്പോൾ ആരും സെറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ അതിന് പകരം വേറെ എന്തൊക്കെയോ ആൾട്ടർനേറ്റീവായിട്ടുള്ള ഒരുപാട് സൊല്യൂഷൻസ് വന്നു കഴിഞ്ഞു. പഴയ വീടുകൾക്ക് അത് കണ്ടുവരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.